ഏ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഓ, എനിക്ക് ഉറക്കം പറഞ്ഞു. ഈ ഹിജാൻ ഇത്രയും നേരം ബാത്റൂമിൽ എന്ത് ചെയ്യാ? ഇച്ചാൻ എന്താ നിലത്ത് ബെഡ്ഷീറ്റ് വിരിക്കണേ? ബെഡിൽ കിടന്നൂടെ? ഡീ പുല്ലേ, ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. എന്നെ ഇച്ചായ കൊച്ചായ എന്ന് വിളിച്ചുകൊണ്ട് വന്ന എന്റെ തനി കോണം നീ അറിയും. നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം. ബാക്കിയുള്ളവരുടെ മുമ്പിൽ നീ എന്റെ പെണ്ണുമ്പിള്ളായിട്ട് ചമഞ്ഞ് നടക്കുന്നില്ലേ? അതങ്ങ് ഇന്നത്തോടെ നിർത്തിക്കോ. പിന്നെ ഈ ഇച്ചായ കുച്ചായ ആ വിളി അങ്ങ് നിർത്തിക്കോ. എനിക്ക് നിന്നെ എനിക്ക് നിന്നെ ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ പറ്റൂല, ഒരിക്കലും. ഇച്ചാൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ എന്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെടണേ? ഞാനെല്ലാം മനസ്സിലാക്കി തരാം. അതിന്റെ സമയമാവട്ടെ. സമയമാവുമ്പോ നിനക്ക് ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം. നീ എഴുതി വെച്ചോ, നീ എഴുതി വെച്ചോ. കറക്റ്റ് 5 മാസം കഴിയുമ്പം നീ ആയിട്ട് എന്നെ ഡിവോഴ്സ് ആയിട്ട് പോവും. എഴുതി വെച്ചോടി നീ. ചി വാ പൊത്തടി, നിന്റെ മോങ്ങല് കേൾക്കാൻ എനിക്ക് വയ്യ. തറയിലിറങ്ങി കിടക്കടി. അല്ല, മോള് പട്ടുമത്തയിൽ സുഖിച്ചു കിടക്കാന്ന് വിചാരിച്ചോ? ഇതേ എനിക്ക് കിടക്കാനല്ല, നിനക്ക് കിടക്കാനാണ് നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചത്. ഇനി തൊട്ട് മോള് തറയിൽ കിടന്നാ മതി, ഞാൻ ബെഡിലും. പിന്നെ ഇത് താഴെ ചെന്ന് വിളമ്പാൻ നിൽക്കണ്ട അമ്മയടുത്ത്. ഇവിടെ തീരാനുള്ളത് ഇവിടെ വച്ച് നീ തീർത്തോ. താഴെ ഈ കാര്യം നീ പറയെങ്ങാനും ചെയ്യണം. ഇച്ചാനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടായിരുന്നു. ആ മോള് രാവിലെ എണീറ്റു. എന്താ ഇത്ര നേരത്തെ എണീറ്റത്? കുറച്ചും കൂടെ കിടന്നുറങ്ങായിരുന്നില്ലേ? എന്തു പറ്റി? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? മമ്മി, മോളിന് കാര്യം പറയും. എന്തു പറ്റി? എന്താ കാര്യം? ഓഹോ, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു നിന്റെ അടുത്ത്? എന്നിട്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനാ മമ്മി? നിങ്ങൾക്കിത് അറിയാമായിരുന്നോ? ഇച്ചായന് ഇഷ്ടമില്ല, ഈ കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്ന കാര്യം. ഈ കല്യാണത്തിന് അവന് ഇഷ്ടമില്ലാതിരുന്നോ? മോളെ, അവൻ എന്തൊക്കെയായി പറയുന്നത്? അവന്റെ സമ്മതം ചോദിച്ചിട്ട് ഞങ്ങൾ കല്യാണം നടത്തിയത്. ഞങ്ങൾ അവനെ നിർബന്ധിച്ചിട്ടില്ല. അവൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? മമ്മി, എനിക്ക് തോന്നണു ഇച്ചാൻ ഇപ്പോഴും ആ പെണ്ണില്ല, പാർവതി എന്ന് പറഞ്ഞ പെണ്ണ്, ആ പെണ്ണിന്റെ കാര്യം വെച്ചാണ് ഇവളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നണേ. പാർവതിയോ? ഏത്? അവനെ തേച്ചിട്ട് പോയ പെണ്ണോ? വെറും 1 മാസം പ്രേമമാണെന്ന് പറഞ്ഞ് പിറകെ നടന്ന് അവനെ കൊണ്ട് എസ് പറയിപ്പിച്ചിട്ട് തേച്ചിട്ട് പോയ പെണ്ണോ? ആ ബെസ്റ്റ്. എന്താ ഇവിടെ ചർച്ച? നിന്റെ ചേട്ടനെ പ്രേമനൈരാശ്യം കാരണം സ്വന്തം ഭാര്യരോട് നിലത്ത് കിടക്കാനൊക്കെ പറഞ്ഞു അത്ര. പ്രേമനൈരാശ്യോ? എനിക്ക് വേണം പറ്റിയ ഏത് അവിടെ തേച്ചിട്ട് പോയ അവളെ ഓർത്തിട്ടോ? അത് ഏതാണ്ട് കുറെ നാളായില്ലേ. പിന്നെ ഇപ്പൊ അവൻ എന്തുവാ നൈരാശ്യം? എടാ, എനിക്ക് നിന്നെ ഇഷ്ടം. ഒന്ന് എസ് പറയും പ്ലീസ്. ഞാൻ പൊന്നും പോലെ നോക്കിക്കോളാം. അല്ല, ഒന്ന് പ്ലീസ് ഒന്ന് എസ് പറയും. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. പാർവതി, എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും താല്പര്യമില്ല. എനിക്ക് എനിക്കെന്തോ തന്നെ അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ അവളെന്റെ പിറകെ നടന്നെന്നെ എന്നെ കുറെ നാളായിട്ട് കരഞ്ഞു പറയുക എന്റെ അടുത്ത് അവൾക്ക് എന്നെ ഇഷ്ടമാണ് മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് റിലേഷൻഷിപ്പിനൊട്ടും താല്പര്യമില്ല ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ. പക്ഷെ സ്റ്റിൽ അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നു. അതുപോലെ ലൈക്ക് അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാ, ഒരു ചാൻസ് കൊടുത്തുകൂടെ എന്നൊക്കെ പറയുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? എടാ ചേട്ടാ, പെണ്ണുങ്ങൾ ഇങ്ങനെയോ, സ്നേഹിച്ചാ സ്നേഹിക്കും, എന്നാ സ്നേഹിച്ചില്ലെങ്കിലോ ആ സ്നേഹം അങ്ങ് പിഴുതെടുക്കും ചങ്കി കൂടെ. സോ നീ എസ് പറയുന്നത് നല്ലത്.
പിന്നെ ഇതൊക്കെ ഒരു ഹരമല്ലേ? പ്ലീസ് പ്ലീസ്, ഞാൻ എത്ര നാളായിട്ട് പറയാൻ നടക്കുക. എനിക്ക് എനിക്ക് ഒരു ചാൻസ് തന്നൂടെ പ്ലീസ്? ശരി, നോക്കാം. എസ് പറഞ്ഞു, ശരിക്കും ശരിക്കും എസ് പറഞ്ഞു. ഓ മൈ ഗോഡ്. அத்தா பெத்த பூங்குயில தேடி வாடுது, சந்தன மாலை அல்லது மாலை வாசம் ஏறுது, என் கிளி மேல சங்கிலி போல சேர தோணுது, சக்கரால சொக்குது ஆல மாலை மாத்த மாறும் നീ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തെ? ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു. നീ എന്താ എന്നെ അവോയ്ഡ് ആക്കാൻ നോക്കുവാണോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയും, നമുക്ക് തുറന്ന് സംസാരിക്കാം. എന്തിനാ നീ എന്നെ അവോയ്ഡ് ആക്കണേ? അത് അത് എന്റെ എക്സ് എന്നെ വീണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഐ എം സോറി ജങ്കുക്ക്, എനിക്കും തിരിച്ചവനെ ഇഷ്ടമാ. ഐ എം സോറി. അല്ലെങ്കിലും നിനക്ക് റിലേഷൻഷിപ്പ് ഒന്നും താല്പര്യമില്ലല്ലോ. ഓൾസോ നീ സത്യം പറയാലോ, നീ കുറച്ച് ബോറ. ലൈക്ക് നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. പക്ഷേ എന്റെ എക്സ് ഷുട്ടുമോൻ അങ്ങനെയല്ല. ഹി ഈസ് സോ റൊമാൻറ്റിക്. ആൻഡ് എനിക്ക് എന്നും ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുതരും. നിന്നെ പോലെ അല്ല. നമുക്ക് ബ്രേക്കപ്പ് ആവാം. ഐ എം സോറി. എനിക്ക് പിന്നെ നീ എന്തിനാടി എന്റെ പിറകെ നടന്ന് എന്നെ കൊണ്ട് എസ് പറയിപ്പിച്ചത്? എന്തിനാ എന്റെ പിറകിൽ വീണ്ടും വീണ്ടും നടന്ന് എന്നെ കൊണ്ട് എസ് പറയിപ്പിച്ചത്? That's so simple. Time pass. Just time pass. ആർക്കാ ടൈം പാസ് ഇഷ്ടമല്ലാത്ത? ഇതൊക്കെ ഒരു ഹരമല്ലേ? ഇത് ഞാൻ എവിടെയോ. ഓക്കെ, അപ്പോ I'm leaving. Bye. And ഇനിയെങ്കിലും നീ ഈ മൂരാച്ചി സ്വഭാവം മാറ്റിയിട്ട് കുറച്ചൊക്കെ റൊമാൻറ്റിക് ആവാൻ നോക്ക്. എന്നാലേ ഏതെങ്കിലും പെണ്ണുങ്ങൾ നിന്റെ വലയിൽ വീഴത്തുള്ളൂ. സോ യു ബെറ്റർ ബി. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. സോ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആവ്. എന്നാ മേ ബി ഞാൻ തിരിച്ചു വരാം. മേ ബി ഓർ മേ ബി നോട്ട്.